കേരള തീരത്ത് നടന്ന 2 കപ്പൽ അപകടങ്ങളും തീരദേശവാസികളിലും മത്സ്യത്തൊഴിലാളികളിലും വലിയ ആശങ്ക നിറച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കടൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നാണ് ജനങ്ങളുടെ സംശയം. ആദ്യ കപ്പൽ അപകടം തന്നെ മത്സ്യവില്പനയെ സാരമായി ബാധിച്ചിരുന്നു. രണ്ടാമത്തെ അപകടം കൂടിയായപ്പോൾ ആശങ്ക ഇരട്ടിയായി. ഈ അവസരത്തിൽ കടൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കപ്പൽ അപകടം സംഭവിച്ചതിന് പിന്നാലെ എണ്ണ, രാസവസ്തുക്കൾ പോലുള്ള അപകടകാരിയായ പദാർത്ഥങ്ങൾ മീനുകളുടെ ഉള്ളിലെത്തിക്കാണും എന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിക്കരുതെന്നും ഇക്കൂട്ടർ പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. തെക്കൻ ജില്ലകളിലെ തീരദേശത്തു നിന്നുള്ള മത്സ്യ സാമ്പിളുകളും വെള്ളവും പരിശോധിച്ചതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നിലവിൽ വടക്കൻ ജില്ലകളിലെ സാമ്പിളുകളും പരിശോധിക്കുന്നുണ്ട്. ആദ്യ അപകടം ഉണ്ടായപ്പോൾ തന്നെ പ്രാഥമിക പരിശോധന നടത്തുകയും 30-ലധികം മത്സ്യ സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവയെല്ലാം തന്നെ ഭക്ഷ്യയോഗ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പരിശോധിച്ച മീനുകളിൽ പ്ലാസ്റ്റിക്കിന്റെയോ എണ്ണയുടെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. എണ്ണ കടലിൽ കലർന്നാൽ മീനുകൾ ചത്തുപൊങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇതുവരെയും അത്തരം സംഭവങ്ങൾ കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? സ്വാഭാവികമായും ചെകിളയുടെ ഭാഗത്തും അതിൻ്റെ ശരീരത്തിലും എണ്ണയുടെ അംശം കാണാം. മണത്ത് നോക്കിയാൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ മീനിൻ്റേതല്ലാത്ത പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ മണ്ണെണ്ണയുടെയോ അഴുകിയ എണ്ണയുടെയോ മണമാണ് ഉള്ളതെങ്കിൽ എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണെന്ന് കരുതണം. ചിറകുകളിൽ പരുക്കോ അഴുകിയതായിട്ടോ കാണുകയാണെങ്കിലും ശ്രദ്ധിക്കണം. ഒരു മത്സ്യത്തിൻ്റെ സ്വാഭാവിക നിറത്തിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ആശങ്കയില്ലാതെ മീൻ കഴിക്കാവുന്നതാണ്. തീർച്ചയായും കടലിൽ ഇത്തരമൊരു അപകടമുണ്ടാകുമ്പോൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എണ്ണ കടലിൽ കലർന്നും പ്ലാസ്റ്റിക് നൊഡ്യൂൾസ് കടലിൽ വന്നടിയുകയും അത് ഭക്ഷ്യശൃംഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ സമയമെടുത്തുള്ള പഠനം ആവശ്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത് യാതൊരു രീതിയിലും ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയുമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.